CMRL എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ്. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ കൈമാറാനും കേന്ദ്ര സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. അതേസമയം SFIO റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയതിലെ തുടർ നടപടികൾ ഹൈക്കോടതി 2 മാസത്തേക്ക് തടഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ആശ്വാസമായി. 2 ഹർജികൾ, ഒന്നിൽ ഇടക്കാല ആശ്വാസം കിട്ടിയപ്പോൾ മറ്റൊന്നിൽ ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടി വരികയാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കും. CMRL എക്സാലോജിക് ഇടപാടാണ് വിഷയം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. മുഖ്യമന്ത്രിയും മകളും CMRL ഉടമകളും കോടതിയിൽ വിശദീകരണം നൽകണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടത് ഇവർക്കെതിരെയാണെങ്കിലും ഹൈക്കോടതി ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പേര് പരാമർശിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് CMRL നിന്ന് പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ മുഴുവൻ പേരുവിവരങ്ങളും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. CBI അന്വേഷണ ആവശ്യത്തിൽ റിപ്പോർട്ട് മുഴുവനായി പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചതോടെ ഇരു മുന്നണികളും പ്രതിരോധത്തിലായി. ഇതിനിടെ SFIO റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതോടെ കുറ്റം ചുമത്തിയ ശേഷം പ്രതികൾക്ക് സമൻസ് അയക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സെഷൻസ് കോടതിക്ക് കടക്കാനാവില്ല. തങ്ങളുടെ ഭാഗം കേൾക്കാതെ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവുണ്ടായത്. ഈ കേസിൽ CMRL സ്റ്റേ ആവശ്യപ്പെട്ടിട്ടും കോടതി നൽകിയിട്ടില്ലെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ ഇടക്കാല ഉത്തരവിൽ കേന്ദ്ര സർക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ED അടക്കമുള്ള മറ്റ് ഏജൻസികളുടെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ നടപടി. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.